ശേഷം തനിക്ക് ഇനി ഉള്ള സമയം രാജ്യഭാരമല്ല, ഈശ്വരധ്യാനമാണ് വേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് കാട്ടിൽ പോയി തപം ചെയ്യുകയും അവിടെ വെച്ച് കിട്ടിയ ഒരു മാനുമായുണ്ടായ അമിതമായ ബന്ധം തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനിടയായി. ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും അതിലായിരിക്കണം ശ്രദ്ധ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇടയ്ക്ക് വന്നു കയറുന്നതിനെ ഒന്നും എന്ത് ചെയ്യരുത്, തന്നിലേക്ക് ചേർത്ത് നിർത്താൻ നോക്കരുത്. അതിന് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ചെയ്യുക, അവിടെ ഉപേക്ഷിക്കുക, അല്ലാതെ ഒന്നിനെയും തന്നിലേക്ക് ചേർത്ത് നിർത്തരുത്. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടും. നമ്മളൊക്കെ അത് അങ്ങനെയാ പറ്റിപ്പോയത്. നമ്മൾ വന്ന ലക്ഷ്യം വേറെയായിരുന്നു, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ എന്തിലൊക്കെയോ പെട്ടതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങള് വ്യതിചലിച്ചു പോയി. അപ്പൊ ആ വ്യതിചലനം ഉണ്ടായത് ഈ മാൻകുട്ടി കാരണമാണ്. ആ മാൻകുട്ടിയെ എടുത്തു വളർത്തി തന്റെ ആശ്രമത്തിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ അതിനെ പരിചരിച്ച് അവസാനം ഈ മാനിനോടുണ്ടായ അമിതമായ ബന്ധം ജീവൻ പോകാൻ നേരെയായപ്പോ മാനിനെ നനച്ചുകൊണ്ട് ജീവൻ പോയത് കൊണ്ടെടുത്ത ജന്മം മാനായിട്ട് തോന്നും. ഏതൊന്നിനെ നനച്ചുകൊണ്ടാണോ ഈ ദേഹത്തു നിന്ന് ഈ ദേഹി പോണത്, അതായി തീരും അടുത്ത ജന്മം. ശ്രദ്ധിച്ചോണം. ഏതൊന്നിനെ നനച്ചുകൊണ്ടാണോ ഈ ദേഹത്തു നിന്ന് ഈ ദേഹി വിട്ടുപോണത്, ആ ദിനവേതാണോ അതായി തീരും അടുത്ത ജന്മം. അതുകൊണ്ട് ഈ ഉള്ളപ്പം പറയാറുണ്ട്, ഭാര്യ ഭർത്താവിനെ കണ്ടോ, മക്കളെ കണ്ടോ, ബന്ധുക്കളെ കണ്ടോ, ഭർത്താവ് ഭാര്യയെ കണ്ടോ, മക്കളെ കണ്ടോ, ബന്ധുക്കളെ കണ്ടോ, അച്ഛനമ്മമാര് മക്കളെ കണ്ടോ, ഒന്നും മരിക്കാൻ ഇടവരരുതേ നാരായണ എന്ന് പ്രാർത്ഥിച്ചൂടെ. എല്ലാരും ആരെ കണ്ടു പോകാൻ കിടക്കുവാ? കൊച്ചവനെ കൂടെ ഒന്ന് കണ്ടിരുന്നേ പോകായിരുന്നു, ഒരെണ്ണത്തിനെ കണ്ടേച്ചു പോകരുത്. കാരണം ഇതിനെക്കാട്ടി കഷ്ടമായിരിക്കും അടുത്ത ജന്മം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈശ്വരനെ നനച്ചുകൊണ്ട്, ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട്, ഈശ്വര രൂപത്തെ കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുവാനുള്ള അവസരത്തെ ഇപ്പോഴേ നാം സൃഷ്ടിച്ചാൽ ആ പോകാൻ സമയമാവുമ്പോ ആ ഒരു നിലവുള്ളിലുണ്ടാവും. ആ നിലവിൽ പോയാൽ കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഒരു ജന്മം കിട്ടി. 1, 2, 3 ജന്മം കഴിയുമ്പോ ഇനി ഒരു ജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉതകും. അതുകൊണ്ട് ഒന്നിനെയും അമിതമായിട്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തരുത്. മമത്വം ഉണ്ടായാൽ ഉപേക്ഷിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് എപ്പോഴും ഒരു കൈ അകലമിട്ടേ എന്തിനോടും അടുക്കാവൂ. ഭാര്യ ഭർത്താവിനോടായാലും, ഭർത്താവ് ഭാര്യയോടായാലും, മാതാപിതാക്കന്മാർ മക്കളോടായാലും ഒക്കെ ഒരു അമിതമായ ബന്ധം, അമിതമായ മമത്വം വെച്ച് പുലർത്താതെ ഇരുന്നുകൊണ്ട് ജീവിക്കുക. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുകയും വേണം. എന്നാൽ ഒന്നിനോടും യാതൊരുവിധ തരത്തിലുമുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവാതെ നോക്കുകയും വേണം. അങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ വീണ്ടും ജന്മങ്ങൾ അധപ്പതിച്ചുകൊണ്ടേയിരിക്കും. പിടികിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നും പറഞ്ഞ് ഇന്ന് വീട്ടിൽ ചെന്ന് പറയുന്നത്, ചേട്ടാ സ്വാമി പറഞ്ഞു ഒരു കൈ അകലത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് പോലെ ചേട്ടന് ചേട്ടന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞ് പോകണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ചിലരങ്ങനെ തെറ്റിദ്ധരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോ ഭഗവാന്റെ അല്ലെ ഭഗവതിയുടെ ഒരു രൂപത്തെ കണ്ണ് തുറന്ന് കാണാനുള്ള അവസ്ഥ ഉണ്ടാക്കി വെക്കുക. ഏത് മൂർത്തിയാണോ, ഏത് ദേവനെയാണോ ഇഷ്ടം, ആ ദേവന്റെ ഒരു രൂപം കിടന്നുകൊണ്ട് കണ്ണ് തുറന്ന് നോക്കിയാൽ ആദ്യം കാണുന്ന വിധത്തിൽ കൊണ്ട് തൂക്കിയിടുക. ഒരു ഫോട്ടോയോ എന്തെങ്കിലും. അയ്യപ്പനെങ്കിൽ അയ്യപ്പൻ, കൃഷ്ണനെങ്കിൽ കൃഷ്ണൻ, ദേവിയെങ്കിൽ ദേവി, ആരുടെ ആയാലും വിരോധമില്ല. റൂമിൽ കൊണ്ട് തൂക്കിയിട്ടേക്കുക. കണ്ണ് തുറന്നാൽ ആദ്യം കാണുന്നതായിരിക്കണം. സ്വാമി ഭഗവാന്മാരെയൊക്കെ ഫോട്ടോ നമ്മൾ കിടക്കുന്ന മുറി കൊണ്ട് തൂക്കാവോ? ഓരോരുത്തരുടെ മുഖത്തൊന്നും ഞാനിപ്പോ എഴുതി വായിച്ചതാണ്. എന്താ ഇട്ടാ കുഴപ്പം? അവരില്ലാത്ത ഒരിടം കാണിച്ചരോ? ഈശ്വരൻ ഇല്ലാത്ത ഒരിടമുണ്ടോ ഈ പ്രപഞ്ചത്തിൽ? ഉണ്ടോ? നമ്മളെ കാണിക്കുന്ന സർവ ഇതും ആരറിയുന്നുണ്ട്? ഈശ്വരൻ അറിയുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നതും ചെയ്യുന്നതും എല്ലാം ആരറിയുന്നുണ്ട്? ഈശ്വരൻ അറിയുന്നുണ്ട്. അപ്പൊ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ കുറിച്ച് അറിയാൻ വയ്യാത്തത് എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ?
രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ഭഗവാന്റെ രൂപത്തിലെ ഭഗവതിയുടെ രൂപത്തെ കണ്ടുകൊണ്ട് കണ്ണ് തുറക്കാനും കിടന്നുറങ്ങാൻ പോകുമ്പോൾ ആ രൂപത്തെ കണ്ടുകൊണ്ട് കണ്ണടച്ച് കിടന്നുറങ്ങാനും പറ്റിയാൽ കുറച്ച് കഴിയുമ്പോഴെങ്കിലും ആ രൂപം ഉള്ളിലേക്ക് തിരിയും. അപ്പൊ ചിലർക്കൊരു സംശയം തോന്നും, സ്വാമി ഭദ്രകാളിയുടെ ഫോട്ടോ തൂക്കാവോ? നമ്മളവിടെ ഉള്ളപ്പം പ്രത്യേകിച്ച് വേറെ ഭദ്രകാളിയുടെ ആവശ്യമില്ല, എന്നാലും രൗദ്രഭാവത്തിലുള്ളത് തൂക്കാതിരിക്കുക. കാരണം നമ്മൾ അവിടെ വാളും ചെലമ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം പിന്നെ വേറെ ആ രൂപത്തിൽ വേറെ എണ്ണം വേണ്ട. അതുകൊണ്ട് ഇച്ചിരി ശാന്തമായ സ്വരൂപമാണെങ്കിൽ കുഴപ്പമില്ല. ചിരിക്കാൻ പറഞ്ഞതല്ല. ഗുരുവായൂരപ്പനാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം അങ്ങേർക്കാണ് എല്ലാ തരികിടെയും അറിയാവുന്നത്. അതുകൊണ്ട് അങ്ങേരാവുമ്പം പാവ നോക്കിക്കണ്ട് നിന്നോളും. മനസ്സിലായില്ലേ? ഞാൻ തമാശ പറഞ്ഞല്ല. നിരന്തരമായി ആ രൂപം കണ്ടുകൊണ്ട് ഉണരുകയും ആ രൂപം കണ്ടു. കാരണം നമ്മൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ല. ആ രൂപം കണ്ടുകൊണ്ട് ഉറങ്ങാൻ കിടന്നാൽ ആ രൂപം ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന നാരായണ സമയത്താണ് ജീവൻ പോകുന്നതെങ്കിൽ രക്ഷപ്പെട്ടു. ഞാനതുകൊണ്ട് എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ കട്ടൻ കാപ്പിയും കൊണ്ട് വരുമ്പോൾ സൈഡിൽ നിന്ന് വിളിക്കാവൂ. നേരെ വന്നിന്ന് ചാട്ടാന്ന് വിളിക്കരുത്. എന്താ കാരണം? കണ്ണു തുറന്നാൽ അവിടെ അല്ല കാണേണ്ടത് എനിക്ക് ഭഗവാന്റെ രൂപം. അതുകൊണ്ട് ഒരു ഗുരുവായൂരപ്പന്റെ ഫോട്ടോ അവിടെ കൊണ്ട് തൂക്കിയിട്ടുണ്ട് മുറിയില്. കിടക്കുന്നതിന് മുമ്പ് അങ്ങേരെ ഒന്ന് കണ്ടേച്ച് കിടക്കും, എഴുന്നേൽക്കുമ്പോഴും അങ്ങേരെ ഒന്ന് കണ്ടേച്ച് എഴുന്നേൽക്കും, പിന്നെ ചരിയൂ. അവളെ കണ്ടാൽ കുഴപ്പമുള്ളതുകൊണ്ടല്ല, പക്ഷെ ഇതിനെയൊക്കെ കണ്ടേച്ചാ പോകുന്നെങ്കിൽ അടുത്ത ജന്മവും പോഞ്ഞാണ്ടേ ആവും. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അവൾ കേൾക്കാറുണ്ട്. അത് കുഴപ്പമില്ല. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്ന് വെച്ചാൽ, ആ ജീവൻ പോകുന്ന നിമിഷം തന്റെ ഉള്ളിൽ ഏതൊന്നിനെ നനച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതൊരു സങ്കല്പമാണോ ഉള്ളിലുള്ളത്, ആ സങ്കല്പത്തിലേക്ക് ലയിക്കാൻ പറ്റും ജീവൻ. അതുകൊണ്ടാ ഊർധ്വം വലിക്കുന്ന നേരത്തും നാരായണ എന്ന് ജപിച്ചുകൊണ്ട് പോവാൻ കഴിയണം. നാവ് കുഴയാതെ ജപിക്കാൻ കഴിയണം നാരായണ എന്ന്. അല്ലെങ്കിൽ ഏത് മൂർത്തിയാന്ന് വെച്ചാൽ ആ മൂർത്തി, അയ്യപ്പനാണെങ്കിൽ എന്റെ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് പോവാൻ പറ്റണം. അല്ലെങ്കിൽ ജന്മം വൃഥാവിലായി പോകും. അപ്പൊ ഈശ്വരീയമായ ചിന്തകൾ കൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ തുടക്കവും ഒടുക്കവും ചെയ്യാൻ. കിട്ടിയോ? അതുകൊണ്ടാണ് ഒന്നിനോടും അമിതമായ ബന്ധം വെച്ച് പുലർത്തരുത് എന്ന് പറയുന്നത്. അത് നമ്മളെ കീഴോട്ട് അധപ്പതിപ്പിക്കും. അതുകൊണ്ട് മാനായി മാറി. അങ്ങനെ മാനെ കണ്ടുകൊണ്ട് പോയോണ്ട് മാനായി കഴിഞ്ഞപ്പോ തിരിച്ചറിവുണ്ടായി, ഞാൻ ഈ മാനാവാൻ കാരണം എന്റെ കഴിഞ്ഞ ജന്മത്തിലെ ബന്ധമാണ്. അതുകൊണ്ട് ഇത്തവണ ഒന്നിനോടും ബന്ധം വേണ്ട. മാൻകൂട്ടത്തിൽ നിന്ന് മാറി നേരെ ഭരദ്വാജ ആശ്രമത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോ അവിടുത്തെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച മാൻകുട്ടി ആ ജീവൻ ഉപേക്ഷിച്ചപ്പോ, അല്ലെങ്കിൽ ആ ശരീരം ഉപേക്ഷിച്ചപ്പോ, അടുത്ത ജന്മം ഏറ്റവും ശ്രേഷ്ഠതമമായ രീതിയിൽ ബ്രഹ്മജ്ഞാനിയായിട്ട്, അല്ലെ ബ്രാഹ്മണനായിട്ട് ജനിച്ചു. അപ്പോഴും പൂർവജന്മം ഓർമ്മ വന്നതുകൊണ്ട് വിചാരിച്ചു ഒന്നിനോടും സംഘം പാടില്ല, സംഘമാണ് കുഴപ്പിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം. ഏതൊന്നിനോട് ചേർന്നാണോ നാം ജീവിക്കണത്, അതാണ് നമ്മുടെ കുഴപ്പം. സംഘം എപ്പോഴും ദോഷത്തെ ഉണ്ടാക്കും. ആ സംഘം നല്ലതല്ലെങ്കിൽ, അതുകൊണ്ട് എപ്പോഴും വേണ്ട സംഘം സത്സംഗമാണ്. സത്സംഗത്തിൽ കൂടി മാത്രമേ മുക്താവസ്ഥയിലേക്ക് പോകാൻ കഴിയൂ. അതിന്റെ അടിത്തറ എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സത്സംഗമാണ്. അതുകൊണ്ട് ആരോടും ബന്ധമില്ലാതായി അച്ഛൻ ഗായത്രിയൊക്കെ പഠിപ്പിച്ചിട്ടൊന്നും പഠിച്ചോ പഠിച്ചില്ലയോ എന്നൊന്നും ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ ജീവിച്ചു.
ജഡത്തെക്കുറിച്ച് പോലും ചിന്തയില്ലായിരുന്നു. കുളിയില്ല, നനയില്ല, ഭക്ഷണം കിട്ടിയെങ്കിൽ കഴിച്ചു, കിട്ടിയില്ലെങ്കിൽ ആരോടും പരാതിയില്ല. കിട്ടിയാൽ അടുത്ത ഒരു നേരത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കാറില്ല. കിട്ടുന്നത് മുഴുവൻ അപ്പോഴേ ഭക്ഷിക്കും. ഈ രീതിയിൽ ജീവിതം പോയി. ജഡബോധമില്ലാതെ ജീവിക്കുക. നമുക്കൊക്കെ ജഡബോധമുണ്ടില്ലേ? ഉണ്ടോ? അതുകൊണ്ടാണ് ആഹാരം കഴിക്കണമെന്നും വെള്ളം കുടിക്കണമെന്നും വസ്ത്രം ഉടുക്കണമെന്നും ഒക്കെ തോന്നുന്നത്. ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമാണ് നാണം. നമ്മളെന്തിനാ വസ്ത്രം ഉടുക്കുന്നത്? എല്ലാവരും ഉടുക്കുന്നവന് ഞങ്ങൾ അങ്ങനെ ഉടുക്ക നടക്കുന്നത് അതുകൊണ്ടാണോ? ആണോ? പിന്നെന്തിനാ? നാണം മറയ്ക്കാൻ. ഈ നാണം ഏതിനുള്ളതാ? സ്വാമിയെ, ജഗദീശൻ കുഞ്ഞേ, ഇനി വാ. ഈശൻ കുഞ്ഞേ, ഈ സാധനം എടുത്ത് വിളിക്കളഞ്ഞ്. സാധനത്തിന് പുകയടിക്കാൻ പറ്റില്ല. അപ്പോ പറഞ്ഞു വന്നാ എന്തായിരുന്നു പറഞ്ഞേ? അപ്പോ നാണം ശരീരത്തിനുള്ളതാണോ ആത്മാവിനുള്ളതാണോ? അല്ലെ ഈ നാണം തോന്നുന്നത് എപ്പോഴാ? എപ്പോഴാ നാണം തോന്നുന്നത്? പണിയില്ലായിരിക്കുമ്പോഴോ? തുണിയില്ലാതിരിക്കുമ്പോ ഒന്നും നാണം ആർക്കും തോന്നുന്നില്ല. ഇപ്പൊ അതുകൊണ്ടല്ലേ അവിടെ ഇവിടെ തുളയല്ലാതെ മേടിച്ചിരുന്നേ. നാണം ഉണ്ടായിരുന്നു ഇതുവല്ല മേടിച്ചിട്ടു. 10,000-3,000 രൂപ കൊടുത്തിട്ട് മൊത്തം തുളയുള്ള ഡിസ്കൗണ്ട് തുണി മേടിച്ചു ആരും ഇടൂ. ഇപ്പൊ നാണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നാണം തോന്നുന്നത് ഉണർന്നിരിക്കുമ്പോഴല്ലേ? ജാഗ്രത അവസ്ഥയിലാണ് നമുക്ക് നാണം തോന്നുന്നത്, ഇല്ലേ? ആണോ അല്ലയോ? ഇനിയും നമ്മൾ ഉറങ്ങാറുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? ഉറങ്ങാറില്ലേ? ഉറങ്ങുമ്പോഴും തുണി ഉണ്ടല്ലോ, ഇല്ലേ? ഈ തുണി എവിടേക്കാ കിടക്കുന്നത് വല്ല ദിശയുണ്ടോ? ഉണ്ടോ? രാത്രി ഉറക്കത്തിൽ എന്റെ തുണി പോയെന്ന് പറഞ്ഞ് പിടിച്ചിടാറുണ്ടോ? എന്താ ഇടാത്തെ? അപ്പം ബോധമില്ല. അല്ലേലും ബോധം കുറവാ, അല്ലേ? എന്ത് ബോധമില്ല? ജഡബോധമില്ല. ജഡത്തെ കുറിച്ച് നമുക്ക് ചിന്തയില്ല. ജഡബോധമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം. എന്ന് വെച്ചാൽ നാണവും മാനവും അഭിമാനവും വിജയവും പരാജയവും ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തണം. ഞാൻ ഈ ജഡമല്ല എന്ന ബോധം ഉറയ്ക്കണം. ആ അവസ്ഥയിലേക്ക് മനസ്സിനെ അടക്കിക്കൊണ്ടുവന്ന് ബുദ്ധിയെയും അടക്കി സമാധി എന്ന അവസ്ഥയിലേക്ക് വരണം. ബുദ്ധി സമമാകുന്ന അവസ്ഥ സമാധി, ബുദ്ധി. അതിന്റെ മറ്റൊരു തലമാണ് മഹാസമാധി. ആ ജീവനെ വീണ്ടും ശരീരത്തിലേക്ക് സ്വീകരിക്കാതെ സ്വതന്ത്രമായി വിട്ടിരിക്കുന്ന അവസ്ഥ മഹാസമാധി. അപ്പോഴാണ് നമ്മൾ കുഴിയിൽ കൊണ്ടിരുത്തുക. ശ്രദ്ധിച്ചു കേട്ടോണം. തന്റെ ഉള്ളിലിരിക്കുന്ന സ്വരൂപത്തെ പുറത്തേക്ക് വിട്ടിട്ട് സമാധി അവസ്ഥയിലാണെങ്കിൽ വീണ്ടും അതിനെ തിരികെ തന്നിലേക്ക് സ്വീകരിക്കാൻ കഴിയും. ആർക്ക്? നമുക്കല്ല, യോഗികൾക്ക്. നമ്മളത്രയൊന്നും ആയിട്ടില്ല. എന്നാൽ ഈ ജഡമിനി വേണ്ട, അതിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതാണ്. മുഷിഞ്ഞ നാറി കീറി പറഞ്ഞ വസ്ത്രത്തെ ഏതൊരു വിധത്തിലാണോ മാറ്റിയിട്ട് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത്, അതുപോലെ നമ്മുടെ ജീവൻ പോകുമ്പോ യോഗികളായിട്ടുള്ള ഗുരുക്കന്മാരുടെ ജീവൻ ഈ പ്രപഞ്ചത്തിൽ വിലയം പ്രാപിച്ചു നിൽക്കും, അല്ലെ ബ്രഹ്മത്തോട് വിലയം പ്രാപിച്ചു നിൽക്കും. അതിനെ നമ്മൾ പറയും മഹാസമാധി. കാരണം വീണ്ടും തിരിച്ചു വിളിക്കണില്ല. അപ്പൊ ജഡബോധം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കാലം നമുക്ക് വിശപ്പും ദാഹവും ക്ഷീണവും നാണവും മാനവും അഭിമാനവും എല്ലാം ഉണ്ടാവും.
ചിലപ്പോ രാവിലെ എഴുന്നേറ്റിട്ട് പറയും ഏതാണ്ടിനെ പോലെ ഇറങ്ങിയെന്ന്. എന്തിനെ പോലെന്നാ? ആ പോത്തിനെ പോലെ ഉറങ്ങിയെന്ന്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഉറങ്ങുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇല്ലേ? എന്താ ഈ പോത്തിനെ പോലെ ഉറങ്ങാൻ കാര്യം? ഒരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങുക, ഒന്നിനെ കുറിച്ചും യാതൊരു വിധമായ ചിന്തയും ഇല്ലാതെ ഉറങ്ങുക. ഈ ജഡഭരതനും അങ്ങനെയായി. അതുകൊണ്ട് എന്താ പറയുക, വൃത്തി, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു വൃത്തി കെട്ടു. കുളി നനയൊന്നും വലിയ കാര്യമായില്ല, പല്ല് തേക്കണമെന്നൊന്നും ഇല്ല. പല്ല് തേച്ചില്ലെങ്കിലും നമ്മുടെ തേച്ചാലും നാറും, അവരുടെ ഒന്നും തേച്ചില്ലേലും നാറത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ജഡബോധമില്ലാതെ ജീവിച്ചതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും ജഡഭരതൻ എന്ന് വിളിച്ചു. അവസാനം അദ്ദേഹം രഘുഗണൻ എന്ന് പറയുന്ന രാജാവിന്റെ പല്ലക്ക് ചുമക്കാൻ വരെ പോയി, ഒരു മടിയും കൂടാതെ. തന്റെ തല വെട്ടാൻ വേണ്ടി കൊണ്ടുപോയ ശൂദ്രന്റെ മുമ്പിൽ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടപ്പോ ആ ഭദ്രകാളിയെ കണ്ട് യാതൊരുവിധ ഭയവുമില്ലാതെ അവിടെ നിന്നു. എന്തുകൊണ്ട്? ഭക്തന് ഒരിക്കലും ഒന്നിലും യാതൊരു വിധമായ ഭയവുമില്ല. ഭയക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തനല്ല. അടുത്ത നാളത്തെ കുറിച്ച് ചിന്തിച്ച് ഭയമുണ്ടെങ്കിൽ നമ്മൾ ഭക്തനല്ല. നാളെ എന്താകും? എന്തോ ആയിക്കോട്ടെ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും അല്ലെ ഏറ്റവും കൂടുതൽ ഓടുന്നതും നാളെ എന്ന ദിനത്തിന് വേണ്ടിയിട്ടോ അല്ലേ? നാളെ ഉണ്ടെന്നെന്താ ഉറപ്പ്? നാളെ എന്നൊന്നില്ല, പാസ്റ്റുമില്ല, ഫ്യൂച്ചറുമില്ല, പ്രസന്റ് മാത്രമേ ഉള്ളൂ. ഈ കിട്ടുന്ന സമയം അതാണ് നമ്മുടെ ജീവിതം അല്ലേ? ഈ സെക്കൻഡിൽ നിങ്ങൾ സുഖം അനുഭവിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സുഖം അനുഭവിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ സുഖം. കഴിഞ്ഞു പോയതിനെ കുറിച്ചോ വരാനിരിക്കുന്നതിനെ കുറിച്ചോ ആകുലപ്പെടാതെ കിട്ടുന്നതിനെ ഭംഗിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ആനന്ദകരമാക്കുമ്പോ ജീവിതം ആനന്ദകരമാവും. മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. പിടികിട്ടുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവരും ഉറങ്ങുവന്നു. ഞാൻ ചോദിക്കുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? മനസ്സിലാവണുണ്ടോ പറയണേ? ഇല്ലേ? അപ്പൊ നമ്മൾ ഈ കിട്ടാത്ത മുന്തിരിക്ക് വേണ്ടി പുളിക്കുമെന്ന് പറഞ്ഞ് ഓടി കിടക്കുക. കിട്ടിയ മുന്തിരി തിന്നത്തില്ല, അത് മാറ്റി അവിടെ വെക്കാം. അവസാനം ചീഞ്ഞ് അതും നാറും. കിട്ടാത്തതിന്റെ പിന്നാലെ നമ്മൾ ഓടുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് പറ്റി? ജഡഭരതന് അതൊന്നും ചിന്തയുണ്ടായിരുന്നില്ല, നാളെ എന്താണെന്നതിനെ കുറിച്ച്. അതുകൊണ്ടാണ് എന്ത് കിട്ടിയാലും അപ്പ തന്നെ കഴിച്ചു തീർക്കും. നാളത്തെ പിന്നത്തേക്കൊന്നും മാറ്റി വെക്കാറില്ല. നമ്മള് നാളത്തേക്ക് കരുതി വെച്ചിട്ട് ഉണ്ണാൻ പറ്റാതെ പോകുന്നവരാ. ആഹാരം ഉണ്ടാക്കി വെച്ച് മുൻപിൽ കൊണ്ടുവച്ച് ഉരുട്ടി കയ്യിലെടുത്താൽ പോലും അത് വായിലോട്ട് വിടാൻ പറ്റുമെന്ന് വലിയ നിർബന്ധമൊന്നും ഉരുട്ടി പിടിച്ചോണ്ട് അവിടെ ഇരിക്കാം. വാ പൊളിക്കുമ്പോഴായിരിക്കും കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടാതെ അറ്റ് പ്രസന്റ് എന്തുണ്ടോ അതിനെ ആനന്ദകരമാക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് നാളെ മുതൽ തുണി ഉടുക്കാൻ നടക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. ജഡഭരതൻ അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ സന്യാസി, ഈ നാഗ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഋഷിവരി സന്യാസിമാര് അവര് വസ്ത്രം എടുക്കാറില്ല. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ അവർ നടക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇനി 144 വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു കുംഭമേളയില് 2025 പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോ കാണാൻ കഴിഞ്ഞ ഒരു സംഗതിയാണത്. നൂൽബന്ധം പോലും ഇല്ലാതെ, ഒരു വസ്ത്രം ഒന്നും ഉടുക്കാതെ, ആ കൊടും തണുപ്പത്ത് ഒരു ഇതുമില്ലാതെ നടക്കണതിനെ കാണാം. ഭസ്മമുള്ളതെല്ലാം കൂടെ വാരിപ്പൂശി, എങ്ങോട്ടും നോക്കാറില്ല, ആരെയും നോക്കാറില്ല, ഒന്നിനെ കുറിച്ചും ചിന്തയില്ല.
ഇവിടുത്തെ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ കുറെ പേര് എഴുതി ചോദിക്കുന്നു കണ്ടു, ഇതാണോടാ ഹിന്ദു, നിന്റെ സംസ്കാരം തുണിയില്ലാതെ നടക്കുന്നതാണെന്ന്. എടാ, നീ അതുപോലെ ഒരു മിനിറ്റ് പോയൊന്നിരി അവിടെ. എന്റെ സംസ്കാരം ഇത് തന്നെയാണ്. കാരണം എന്നെ എന്റെ ഗുരുക്കന്മാര് പഠിപ്പിച്ചത് ഈ തുണി ഇല്ലാതെ ജീവിക്കാനാണ്. എപ്പോഴേ തുണി ഇല്ലാതെ നടക്കാൻ പറ്റൂ? ജഡബോധമില്ലാത്ത അവസ്ഥയിൽ മാത്രമേ താനും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ആ ആത്മസ്വരൂപമായിരിക്കുന്ന ശിവസ്വരൂപമാണെന്നുള്ള ബോധം ഉള്ളിൽ ഉറപ്പിക്കുമ്പോൾ മാത്രമേ, അല്ലെ ഉറയ്ക്കുമ്പോൾ മാത്രമേ വസ്ത്രം ഉടുക്കാതെ നടക്കാൻ പറ്റൂ. നമുക്ക് പറ്റുമോ? അപ്പൊ അത്തരത്തിലുള്ള ഗുരുപരമ്പരകളുടെ കണ്ണിയാണ് നമ്മുടെ സനാതന ധർമ്മം. അതുകൊണ്ടാണ് ഇതൊന്നും നശിക്കുന്നതല്ല എന്ന് പറയുന്നതിന്റെ കാരണം, സനാതനമാണ് എന്ന് പറയുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഗുരു പരമ്പരകളുടെ തപസ്സിന്റെ ഫലം ഈ ഒരു സംസ്കാരത്തിനുണ്ട്. ആരെല്ലാം നശിപ്പിക്കാൻ നോക്കിയാലും അത്ര പെട്ടെന്നൊന്നും നശിപ്പിക്കാൻ സാധ്യമാവില്ല. എവിടെങ്കിലും ഒരു തരി കിടക്കും. വർഷങ്ങളായിട്ട് കിടന്നുറങ്ങാത്ത ഗുരുവര്യനെ ഞാൻ കണ്ടു. വർഷങ്ങളായിട്ട് കിടക്കാറില്ല. ഒരു തൊട്ടിൽ കെട്ടിയിട്ട് കൈ കുത്തി ഇങ്ങനെ ഇരിക്കുക. ആ ഇരിപ്പിലാണ് ഭക്ഷണവും ഉറക്കവും ഒക്കെ. കിടക്കാറേ ഇല്ല. അതാണ് ചിന്തിച്ചു, നമുക്ക് എത്ര പേർക്ക് പറ്റും അങ്ങനെ? എത്ര നേരം പറ്റും? പക്ഷെ ഇതൊന്നും നമുക്ക് അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. കാരണം സംസ്കാരമില്ലാത്തവരാണ് നമ്മുടെ ഗുരുവര്യന്മാരെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് അവിടെ ജനബോധമില്ലാതെ ജീവിച്ചു ജഡഭരതൻ. എന്തായാലും പിന്നീട് രഘുഗണനുമായിട്ടൊക്കെ കണ്ടുമുട്ടി അദ്ദേഹം മോക്ഷത്തിലേക്ക് പോയി എന്ന് പറയുന്നു. രഘുഗണനും മോക്ഷം കിട്ടി, അദ്ദേഹത്തിന് മോക്ഷം കിട്ടിപ്പോയി. അദ്ദേഹം ഏറ്റെടുത്ത ഏറ്റവും വലിയ വ്രതമായിരുന്നു മൗനവ്രതം. ആരോടും മിണ്ടാറില്ല. നമ്മളോ ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും യജ്ഞശാലയെ വന്നിരിക്കുമ്പോഴും നമ്മുടെ ചുണ്ടെവിടായിരിക്കും? വല്ലവരുടെയും ചെവിയുടെ സൈഡിലായിരിക്കും. ഒരു ദിവസം ഒന്നും മിണ്ടാതിരിക്കാമോ നമുക്ക്? പോട്ടെ, ഒരു മണിക്കൂർ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ കുലുക്കും. ഈ കുലുക്ക് മാത്രമേ ഉണ്ടാവൂ, നമ്മളെ കൊണ്ട് പറ്റൂല. അവിടെ ചെന്നപ്പോഴ മൗനി ബാബ മിണ്ടാറില്ല, ആരോടും ഒരക്ഷരവും മിണ്ടാറില്ല, ആരോടും മിണ്ടാറില്ല. ശിഷ്യഗണങ്ങളൊക്കെ കുറെ ഉണ്ട് കൂടെ. ഇങ്ങനെ ഒരുപാട് എണ്ണത്തിനെ കാണാനുള്ള ഒരു മഹാഭാഗ്യം ഈ കഴിഞ്ഞ വർഷത്തെ കുംഭമേളയിൽ കിട്ടി. അത് അപ്രതീക്ഷിതമായി ഭഗവാൻ കൊണ്ടെത്തുന്ന ഒരു സൗഭാഗ്യമായിരുന്നു. കുറെ പേര് പറഞ്ഞ് അവിടെ മുങ്ങിയ ചൊറിച്ചിൽ പിടിക്കുന്നു. ഇപ്പൊ അവരൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. മുങ്ങാൻ പോയില്ല, പക്ഷെ അവനൊക്കെ ചൊറിച്ചിലായി. മുങ്ങിയ ഞങ്ങൾക്കൊന്നും ഒരു ചൊറിച്ചിലും ഇല്ലായിരുന്നു. ആ ത്രിവേണി സംഗമത്തിൽ പോയി മുങ്ങി നിവർന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ചൊറിഞ്ഞില്ല. ചൊറിയുമെന്ന് പറഞ്ഞവനൊക്കെ കരയിരുന്നവനൊക്കെ ഇപ്പൊ ചൊറിച്ചില്ല. അതാണ് നമ്മുടെ സംസ്കാരം. വെറുതെയുള്ള സംസ്കാരമല്ല. ആകോട്ടെ, എന്തായാലും അവിടുന്ന് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഷഷ്ഠസ്കന്ധത്തിൽ നാരായണ എന്ന 4 അക്ഷരത്തിന്റെ മഹത്വത്തെ കുറിച്ച് കീർത്തിക്കുന്നു. സ്വന്തം പുത്രന് നാരായണൻ എന്ന പേരിട്ടത് കൊണ്ട് യമദൂതന്മാര് വന്നപ്പോ മകനെ ഓർത്തിട്ടാണെങ്കിലും നാരായണ എന്ന് വിളിച്ചത് കൊണ്ട് നാരായണന്റെ പാർഷദന്മാര് വന്ന് നാരായണനെ അവിടെ നിന്ന് യമഭടന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കഥ ചിലര് പറയാറുണ്ട്. സ്വാമി, പോവാൻ നേരം വിളിച്ചാൽ പോരെ, അജാമളിലും അങ്ങനെ അല്ലായിരുന്നോ? ആ കയറിടാൻ തുടങ്ങിയപ്പോഴല്ലയോ നാരായണ എന്ന് വിളിച്ചപ്പോഴേ നമുക്കും അന്നേരം വിളിച്ചാൽ പോരെ നാരായണ എന്ന് ഇപ്പോഴേ വിളിച്ച് ശീലിക്കണോ? 4 കിലോമീറ്റർ അപ്പുറം വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴേ മുണ്ട് മടക്കി കുത്തണമെന്നാ. നീ അവിടെ ചെല്ലുമ്പോ നാരായണ എന്ന് ആ നേരത്ത് നിനക്ക് നാരായണ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ചൊട്ടയിലെ ശീലം ആ ചൊടല വരെ
അത് ശീലിക്കണം, കുട്ടിക്കാലത്തെ ശീലിക്കണം നാരായണ എന്ന് വിളിക്കാൻ. ഇനി അന്നേരം ശീലിച്ചില്ലെങ്കിലും മക്കൾക്കങ്ങ് പേരിടുമ്പോഴെങ്കിലും എന്തോ വേണം? നാരായണ എന്നൊന്ന് പേരിടും. ഇപ്പൊ ഫാക്രം പോരാ നാരായണനൊന്നും. അതുകൊണ്ട് എന്നൊക്കെ എപ്പോഴത്തെ പിള്ളേരുടെ പേര്. സാറന്മാർ എഴുതി വരുമ്പോ ആകപ്പാടെ അക്ഷരത്തട്ട. അല്ലേ കിട്ടു മട്ടു ചട്ടു പട്ടു എന്നൊക്കെ ഇടും. ഞാൻ പറയാറുണ്ട്, ചാവാതാരം മഴ കിട്ടുവേന്ന് നീട്ടി വിളിക്കുമ്പോ കിട്ടു കേട്ടില്ലെങ്കിൽ നമ്മൾ വെട്ടു. വെള്ളം കുടിക്കാതെ ചാവ. എവിടെ പോന്നെ? വീട്ടിൽ പോന്നു. ആരോട് ചോദിച്ചിട്ട് ഇത്ര നേരം? അപ്പോ ഈശ്വരനാമങ്ങളെ പണ്ട് കാലത്ത് അച്ഛനമ്മമാര് മക്കൾക്ക് ഇട്ടിരുന്നില്ലേ? നാരായണൻ, ഗോവിന്ദൻ, വാസുദേവൻ, ശങ്കരൻ, വാസന്തി, ദമയന്തി ഇല്ലേ? അതുകൊണ്ട് നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ അവരൊക്കെ പോയപ്പോ സുഖമായിട്ട് പോയി. നമ്മള് എന്നൊക്കെ വിളിക്കാൻ നാവും ചുണ്ടൊന്നും അനങ്ങത്തില്ല. എങ്ങനെ വിളിക്കും? മനസ്സിലാവുന്നുണ്ടോ പറയണേ? അതിനാ പണ്ട് കാലത്തുള്ള ഈ നാമങ്ങളൊക്കെ ഇട്ടിരുന്നത്. കാരണം മക്കളെയാണ് വിളിക്കണമെങ്കിലും വിളിക്കണത് മുഴുവൻ ആരുടെ നാമമാണ്? ഈശ്വരന്റെ നാമമാണ്. ആ നാമത്തെ ജപിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവസാനം നാവ് വഴങ്ങും നാരായണ എന്ന് വിളിക്കാൻ. ഇവിടെ തന്റെ മകനെ ഉദ്ദേശിച്ചുകൊണ്ട് രാവണൻ ചെയ്ത അപരാധം ഓർത്താൽ ഒരു കാരണവശാലും അവിടേക്ക് പോകാനുള്ള കർമ്മങ്ങളൊന്നും ആയിരുന്നില്ല ഇടക്കാലത്ത് അജാമിളൻ ചെയ്തത്. ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കർമ്മങ്ങളും അധമ കർമ്മങ്ങളെല്ലാം ചെയ്തവനാ അജാമിളൻ. പക്ഷേ നാരായണ ദൂതന്മാരോട് യമഭടന്മാര് ചോദിക്കുന്നുണ്ട്, ഇവനെ നിങ്ങൾ കൊണ്ടുപോകാൻ വന്നതിന്റെ എന്തുദ്ദേശത്താ? ഇവൻ ചെയ്തത് കൊടുത്താൽ ഇവനെ നരകത്തിലിട്ട് പൊള്ളിക്കേണ്ടതാ. അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ ചെയ്ത അപരാധം എല്ലാം തീർന്നു. ഒന്ന് മകന് നാരായണ എന്ന പേരിട്ടപ്പോഴും ഇപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചു. ആരോട്? നാരായണനോട് പറഞ്ഞു, നാരായണ എന്നരികത്ത് വന്നിരുന്ന് ഒന്ന് രക്ഷിക്കണേ, നീ അല്ലാതെ മറ്റാരും എന്നെ രക്ഷിക്കാനില്ലേ എന്ന് വിളിച്ചു കൂവി. മകൻ കേട്ടില്ലെങ്കിലും വിളി കേട്ടു. ആര്? സാക്ഷാൽ നാരായണൻ. നീ വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. നാരായണ പേരിട്ടത് കൊണ്ട് മാത്രമായില്ല, വിളിക്കുന്ന വിളിയിലും ഉണ്ടൊരു ഗുണം. മനസ്സിലായില്ലേ? ആരും കേൾക്കാതെ നാരായണ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. എപ്പോഴാ ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുക? എപ്പോഴാണോ നാം ആർത്തനായിട്ട് വിളിക്കുക, അപ്പോഴാണ് നമ്മുടെ വിളി കേൾക്കുക. നമ്മൾ ആർത്തനായിട്ട് വിളിക്കാറില്ല. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ചെന്നിട്ട് വിളിക്കും, അയ്യപ്പ കണ്ണു അടച്ച് അവിടെ ഇരിക്കും. എന്താ കാര്യം? അയ്യപ്പൻ അറിയാം ഇതെല്ലാം അഭിനയമാണ്. കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ വശത്തോട്ടേ വരത്തില്ലെന്ന് അയ്യപ്പൻ അറിയാം. അതുകൊണ്ട് നമ്മളെ തിരിഞ്ഞു നോക്കും. അപ്പൊ നമ്മൾ ഓഫർ കൊടുക്കും, 50 രൂപയുടെ പാൽപ്പായസം. 20 കോടി അടിക്കാമെങ്കിൽ 50 രൂപയുടെ പാൽപ്പായസം നടത്തിയേക്കാം. അതും പറ്റിയില്ല. പണ്ടൊരാള് പറഞ്ഞു, കർത്താവേ ലോട്ടറി എടുത്തിട്ടുണ്ട്, കിട്ടുന്നതിന്റെ പകുതി നിനക്ക്. കളഞ്ഞു കിട്ടിയ ലോട്ടറിയാ. കിട്ടുന്നതിന്റെ പകുതി ആർക്കാ? നിനക്ക്. അടിച്ചപ്പോ 500 രൂപ അടിച്ചു. എന്നാലും കർത്താവ് നീ ആള് കൊള്ളാലോ, നിന്റെ വീതം എടുത്തേച്ചാ എനിക്ക് വന്നല്ലേ. മനസ്സിലായില്ല? 500 കിട്ടിയപ്പോ പുള്ളിയുടെ പ്ലാനങ്ങ. അപ്പൊ കർത്താവ് എന്നാലും നീ ആള് കൊള്ളാലോ, ഇനി ഞാൻ തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് 1000 അടിക്കേണ്ടടുത്ത് നീ 500 എടുത്തേച്ച് എനിക്ക് 500 തന്നതാ അല്ലേന്ന്. നമ്മളിതാ പാർട്ടി. മനസ്സിലായില്ലേ? ഈ പറച്ചിലൊക്കെ ഉള്ളൂ കിട്ടുന്നതിന്റെ പാതി കൊടുക്കാമെന്നൊക്കെ. ആരെങ്കിലും കൊടുക്കുവോ? കൊടുക്കത്തില്ല. ചിലർ എൻ്റെ അടുത്ത് വരും, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. സ്വാമി നടന്നു കിട്ടിയാൽ
സ്വാമിയെ ഞാൻ വന്ന് കാണും, ഉറപ്പാ. ആ ഉറപ്പ് കേൾക്കുമ്പോഴേ എനിക്കറിയാം ഉറപ്പും ഇല്ലാത്ത ഒരു ഉറപ്പാണ്. കാര്യമൊക്കെ സാധിച്ചു കഴിയുമ്പം സ്വാമി ജീവനോടുണ്ടോ, കുഴിയിലോട്ടെങ്ങാനും പോയോന്ന് ചോദിക്കാൻ പോലും ഒരു കോള് അതും പോയിട്ട് ഇപ്പൊ കഴിഞ്ഞ സപ്താഹത്തിനാണ് അതിന്റെ ഒരു ഇത് കിട്ടിയത്. 3 വർഷം മുമ്പ് ചെന്നപ്പോ ഇതുപോലെ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുത്തു. ഈ വർഷം ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യം 3 വർഷത്തിന് മുമ്പ് ചെയ്ത കാര്യം അതും നോക്കിക്കൊണ്ട് ഒരു നിയോഗം പോലെ ഈ വർഷം ഞാൻ ചെല്ലുമ്പോഴാണ് ആ കാര്യം അവർക്ക് സാധിച്ചത്. ഒരു കല്യാണം, ഒരു പയ്യന്റെ കല്യാണമാണ്. ഭാര്യയും ഭർത്താവും കൂടെ വന്ന് ദക്ഷിണ എന്ന ആദ്യത്തെ അനുഭവമാണ്. കാര്യം സാധിച്ചിട്ട് വന്ന് സ്വാമിയെ കണ്ട നിങ്ങൾ ദക്ഷിണ വരുന്നത്. ഈ പറഞ്ഞ ആൾക്കാരെല്ലാം പറഞ്ഞ ഓഫറെല്ലാം കൊണ്ട് നടന്ന് ഇന്നൊരു എനിക്കൊരു 7-8 കോടി രൂപ എൻ്റെ ബാങ്കിൽ അക്കൗണ്ട് കണ്ടേനെ. മനസ്സിലായില്ലേ? നമ്മളങ്ങനെ കാര്യം സാധിക്കാൻ ആരുടെ കാര്യം വിളിക്കണം എന്ന് പറഞ്ഞവരാ എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ അതായതുകൊണ്ട് ആരോടൊന്നും ചോദിച്ച് മേടിക്കാറുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളിതൊക്കെ ഭഗവാനെയൊക്കെ പറ്റിച്ച് ജീവിക്കുന്നവരാ. എന്നിട്ട് പറയും സാമ്പത്തികം ഇപ്പൊ ഒതുങ്ങുന്നില്ല ഭഗവാനെ, അതുകൊണ്ട് 50 രൂപയുടെ പാൽപ്പാസം 25 രൂപയായി ആക്കി ഇപ്പൊ തരാമെന്ന്, ബാക്കി പിന്നെ തരാമെന്ന് പലിശ ഉൾപ്പെടെ. ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയണേ? അതുകൊണ്ട് ഈ ജീവൻ പോകുന്ന അവസരത്തിൽ നാരായണായ എന്ന് വിളിക്കണമെങ്കിൽ അത് ഉള്ളിലുണ്ടാവണം. അടിയുറച്ചതായിട്ടുള്ള ആ നാമം ഉള്ളിലുണ്ടാവണം. ഭഗവാനിൽ ഉറപ്പുണ്ടാവണം. ഭഗവാൻ വന്ന് രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടാവണം. ആ ഉറപ്പിൽ വിളിക്കണം, ആർത്തനായിട്ട് വിളിക്കണം. വേറെ ആരും എനിക്ക് ശരണമായിട്ടില്ല എന്ന ബോധത്തിൽ വിളിക്കണം. കാരണം ഈ കൂടെ നിൽക്കുന്നതിലൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇട്ടേച്ചു പോകും. എന്റെ ചങ്ക എന്റെ കെട്ടിയോന്, എനിക്ക് അങ്ങേര് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് വേറെ എന്തും എന്ന് പറയുന്ന ഭാര്യ ചങ്ക് ഭർത്താവ് പോയി കഴിയുമ്പോൾ കൂടെ പോവോ? ചങ്കല്ലായിരുന്നു, എന്താ ചങ്കിന്റെ കൂടെ പോവാഞ്ഞേ? ഞാൻ പറയാറുണ്ട്, ഒരുമാതിരി ഒരു വലിയ പ്രായമൊന്നും ആവാത്ത ഒരു സ്ത്രീയാണെ ഭർത്താവ് മരിച്ച 1 വർഷം വരെ കടിച്ചു പിടിച്ച് വീട്ടിൽ നിൽക്കും. അത് കഴിയുമ്പോൾ ചോദിക്കും, എനിക്കും ജീവിക്കണ്ടായോ, ഞാനിങ്ങനെ നിന്നാ മതിയോ? വീട്ടുകാരും വിചാരിക്കും ഇവിടെ നിന്നാ പണിയാ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരുത്തന്റെ തലയെ വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ പോകും. ഭർത്താക്കന്മാരാണെ സഞ്ചയനത്തിന്റെ അന്ന് പരസ്യം കൊടുക്കും. എന്താണെന്നറിയാമോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗോമതി പെട്ടെന്ന് 38 വയസ്സ് പെട്ടെന്നുണ്ടായ അസുഖം മൂലം നിര്യാതയായ വിവരം വ്യസന സമേതം ബ്രാക്കറ്റിൽ സന്തോഷം ഉണ്ടെങ്കിലും അറിയിക്കുന്നു. സഞ്ചയനം തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് സ്വഗൃഹത്തിൽ വെച്ച് ബന്ധുമിത്രാദികൾ ഒരു അറിയിപ്പായി സ്വീകരിക്കണമെന്ന് പ്രത്യേകം അപേക്ഷ എന്ന് ഗോപാലൻ 42 വയസ്സ് മൂലനക്ഷത്രം മൊബൈൽ നമ്പർ സ്വയം എന്നും പറഞ്ഞു കൊടുക്കും. ഒരു ചങ്കും കൂടെ പോവില്ല. ചുമ്മാ പറയുന്നതാ എന്റെ ചങ്കാന്നൊക്കെ, വെറുതെ പറയണതാ. ഒരു കാലത്ത് ഈ ചങ്ക് കട്ടിലിൽ നിന്ന് പൊങ്ങാത്ത ഒരവസ്ഥ വരട്ടെ, അന്നേരം കാണാൻ ചങ്കത്തിയുടെ സ്വഭാവം. നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിക്ക് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയില്ല. നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ലട്ടി ചുമ്മാതാ അടുത്ത ആളിന്റെ അടുത്ത് പോടേ തപ്പിയെടുക്കും. മനസ്സിലായി? ഇതൊന്നും കേട്ട് മയങ്ങി വീണ് പോവരുതെന്നാ എന്റെ അഭിപ്രായം. ഇതൊക്കെ പറഞ്ഞു പറ്റിയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആരും കൂടെ ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ശ്മശാനം വരെ ഉള്ളൂ ബന്ധുമിത്രാദികൾ. നിന്റെ അന്തസ്സും അഭിമാനവും എന്താ പറയുക, സ്വത്തും പൊസിഷനും എല്ലാം തുച്ഛമായ കാലത്തെ കൂടെ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ ഇതൊക്കെ പോവും. ഇവിടെ വിട്ടേച്ച് പോകുമ്പോ ആരും കൂടെ വരില്ല. നീ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മഫലമല്ലാതെ മറ്റൊന്നും നിന്റെ കൂടെ വരില്ല. അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ മര്യാദക്ക് ജീവിക്കാൻ പറയുന്നതിനാ.
പറ്റുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്ത് ജീവിക്കുക. വേണ്ടാത്തത് കാണിച്ചു വെച്ചാൽ കൂടെ വരുന്നത് അത് മാത്രമേ ഉള്ളൂ. ഈ കാണിച്ചു വെച്ചതൊക്കെ കൂടെ വരൂ, അതിന്റെ ഫലമേ കൂടെ വരൂ. അടുത്ത ജന്മത്തിന് കാരണമാകുന്നത് ഈ കർമ്മവാസനകളാണ്. അപ്പൊ പുനർജന്മം ഉണ്ടോ സ്വാമി? സംശയം എന്താ കാര്യത്തിലുണ്ട്. ഈ ജന്മം നിനക്കുണ്ടെങ്കിൽ അടുത്ത ജന്മം നിനക്കുള്ളതാ. കഴിഞ്ഞ ജന്മം നീ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ നീ ഇന്ന് ഇവിടെ വന്നിരിക്കണേ. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് അവസാനം പിന്നെ വേറൊരു ഇതുകൊണ്ട് ഈ അവസാനം നാരായണ എന്ന് വിളിക്കാൻ ഇന്നത്തെ കാലത്ത് ഒട്ടും നടക്കൂല. കാരണം നമ്മൾ ഏതാണ്ട് ഒരുമാതിരി ഒരു അനക്കം നിലച്ചു തുടങ്ങുമ്പോൾ എവിടെ കൊണ്ടിടും? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടിടും. എന്നിട്ട് അവിടെ ഒരു സ്ഥലവും ഉണ്ട്, നിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ സ്ഥലം. ഏതാ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ നിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങളൊന്നും ഹോസ്പിറ്റലിൽ പോയിട്ടില്ലേ? ICU അവിടോട്ട് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം എന്താണെന്നറിയാമോ? തട്ടിപ്പോയാലും ആരും അറിയത്തില്ല, ജീവനോടെ കിടന്നാലും ആരും അറിയത്തില്ല. പിന്നെ അവര് ചെയ്യുന്ന ഗുണം എന്താ? എത്ര ദ്വാരമുണ്ടോ അത്രയും ദ്വാരത്തിൽ ഓരോ കുടല് കുത്തി കയറ്റി വെക്കും. ശ്വാസം എടുക്കാൻ ഒരു കുടൽ ഒരു മൂക്കില്, ശ്വാസം വിടാൻ ഒരു കുടൽ അടുത്ത മൂക്കിനകത്ത്, ആഹാരം അകത്തോട്ട് പോകാൻ ഒരു കുഴല്, പുറത്തോട്ട് പോകാൻ ഒരു കുഴല്. ഇങ്ങനെ എവിടെല്ലാം ദ്വാരമുണ്ടോ അവിടെ എല്ലാം കുത്തിവെക്കും. ഇല്ലാത്തടത്തും കുത്തിക്കയറ്റി വെക്കും സൂചി കൊണ്ട്. അന്നേരം അവിടെ കിടന്നുകൊണ്ട് നാരായണ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇനി അത് പോട്ടെ, വീട്ടിലാ കിടക്കുന്നതെന്ന് വിചാരിക്കുക, ഈ കുഴൽ ഒന്നുമില്ലാന്ന് വിചാരിക്കുക. ഇതെല്ലാം കൂടി ഇവിടോട്ട് ഒരു വരവ് വരും സാധനം. എന്തോന്നാ? കഫവേ എല്ലാം കൂടി ഇവിടെ വന്ന് കിടന്നിട്ട് നോക്കും. അന്നേരം ഇത് പുറത്തോട്ട് പോകുന്നു, അതോ നാരായണ പോയി. അന്നേരം അവിടെ കിടന്നിട്ട് എന്ന് ചോദിക്കുന്നേ. മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരെന്ന് യോഗിക്ക്. മരിക്കുന്ന കണ്ടിട്ടുള്ള പറ്റും, നല്ല രസമാണ് കാണാൻ. ഈ ചില ആൾക്കാർ മരിക്കുന്ന കാണാൻ നല്ല രസം. അടുത്ത് പോയി നിൽക്കണം. ഫുട്ബോളും ക്രിക്കറ്റും വോളിബോളും ഒക്കെ കളിക്കും അവിടെ കിടക്കുന്നതാണ്. കാരണം പോകാൻ വേണ്ടി പാടാന്നേ. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഈ ഉണ്ടാക്കിയിട്ടതെല്ലാം എല്ലാവരും അടിച്ചോണ്ട് പോകല്ലോ നാരായണ ഓർത്തിട്ടാ പോവാത്തെ. അതുകൊണ്ട് അമിതമായ സ്വത്തൊന്നും സമ്പാദിച്ച് വെക്കാതിരിക്കുക. പോകാൻ എളുപ്പമുണ്ട്. സ്വത്തമിതമായി സമ്പാദിച്ചു വെച്ചാൽ അത് നിന്റെ പ്രാണനെ വിടുവിക്കാൻ താലതാമസം ഉണ്ടാക്കി വെക്കും. കാരണം നിന്റെ ചങ്ക് മുഴുവൻ, നിന്റെ ചിന്ത മുഴുവൻ ഈ ധനത്തിൽ കിടക്കുക, നിന്റെ ജീവൻ. അത് വിട്ടുപോകാൻ താമസം. അതുകൊണ്ട് അമിതമായി സമ്പാദിച്ചു വെക്കുക. അത്യാവശ്യം വേണ്ടത് മാത്രം. ഇപ്പം 3 or 4 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കിയിട്ടിട്ടും പോരാതെ നടക്കുന്നവരാ നമ്മളൊക്കെ. ഇല്ലേ? ആണോ അല്ലയോ? അതുകൊണ്ട് എന്താ 4 ഗുളി കഴിക്കാതെ ഉറങ്ങാൻ പറ്റൂല അല്ലേ? എപ്പോഴാ ഇടി വരുന്നത്, എപ്പോഴാ ഇൻകം ടാക്സുകാർ വരുന്നതെന്ന് അറിയത്തില്ല, പേടിയാ. ഞങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. എന്ത് സുഖമായിട്ട് കിടന്നുറങ്ങാന്നറിയാമോ? ഒരു ടെൻഷനും ഇല്ല. ഒരു ഇടിയും വരൂല, ഒരു ഇൻകം ടാക്സുകാരനും വരൂല. സ്വസ്ഥം. അതുകൊണ്ട് ജീവൻ പോവാൻ വഴി ഭംഗിയായിട്ട് വെട്ടി ഒരുക്കി വെക്കണം. ഇപ്പോഴേ ശീലിച്ചു തുടങ്ങും. ബോധമുള്ള കാലത്ത് ശീലിച്ചു തുടങ്ങണം നാമം ജപിക്കാൻ. സീരിയൽ കണ്ട ഒരു സീരിയൽ നടിയും വരത്തില്ല, ഒരു സീരിയൽ നടനും വരത്തില്ല കൂടെ. ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നും വരത്തില്ല കൂടെ. ഇപ്പൊ നീ വിളിക്കുന്ന നാരായണ എന്നുള്ള നാമമന്ത്രത്തിന്റെ ഫലം മാത്രമേ നിന്റെ കൂടെ വരൂ. പിടി കിട്ടുന്നുണ്ടോ? ഇന്ന് വരെ സ്വാതന്ത്ര്യം കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? നീ നാരായണ എന്ന് ഉച്ചത്തിൽ വിളിച്ചാൽ ഉള്ളിലുള്ള 4 അവയവങ്ങള് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന നാരായണ എന്ന 4 അക്ഷരം 4 പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്ന് ഹൃദയം, ഒന്ന് കിഡ്നി, ഒന്ന് കരള്,
ഒന്ന് ശ്വാസകോശം. ഈ 4 എണ്ണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് അറിയാം. ഇത് ഭംഗിയായി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏത് വർക്ക് ചെയ്യും? കൊണ്ട് വിളിക്കുമ്പോൾ ഉച്ചത്തിൽ വിളിക്കണം, നാരായണ എന്ന് നീട്ടി വിളിക്കണം. അവിടെ ആശങ്കയില്ലാതെ മറ്റാരും തനിക്ക് കൂട്ടായിട്ടില്ല എന്ന ബോധത്തിൽ വിളിക്കണം. ആർത്തരായിട്ട് വിളിക്കുമ്പോൾ മാത്രമേ ഭഗവാൻ വരൂ. ഒരു പിടി ചുരുട്ടി പിടിച്ചുകൊണ്ട് വിളിച്ചാൽ ഭഗവാൻ വരില്ല. ആർത്തരക്ഷകനാണ് ഭഗവാൻ. മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. പിടികിട്ടിയോ ആവോ? എനിക്ക് സ്വത്തുണ്ട്, ബന്ധുക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഈശ്വരനെ വിളിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നുമെങ്കിൽ വിട്ടിത്ത. എന്തോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഇപ്പോൾ ഉപേക്ഷിച്ച് പോവേണ്ടി വരും. ഒരു നാണയത്തുണ്ട് പോലും തരില്ല. നല്ലൊരു തുണി കിട്ടുമെന്ന് പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കരുത്. അമ്മ അത്തിടക്കുമ്പോൾ കൊച്ച ഒരു തുണിയും എടുത്തടി നല്ലതെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് 1952 കൊടുത്ത തുണി വല്ലതും ഉണ്ടെന്ന് മക്കൾ പോയി തപ്പും. അതാകുമ്പോ ഒരുമാതിരി ഡിസ്കൗണ്ട് ഉള്ളതായിരിക്കും. എന്തായാലും കത്തിക്കാനല്ല ചേട്ടാ, പിന്നെ എന്തിനാ നല്ലത് വെറുതെ കത്തിച്ച് കളയുന്നതിന് ചോദിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അജാമിളം പറഞ്ഞു, കർമ്മം അഥവാ ഒരു ശകലം പിഴച്ചുപോയാലും പശ്ചാത്താപത്തോടുകൂടി ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ടാവും. അപ്പൊ സ്വാമി ഒരാക്കിട്ടുന്ന് നല്ലൊരു കീറ് കൊടുത്തേച്ച്, നാരായണ അബദ്ധം പറ്റിപ്പോയതാ, ഇനി മേലെ ഞാനത് ചെയ്യല എന്ന് പറഞ്ഞാൽ ഭഗവാൻ പൊറുക്കുവോ? പൊറുക്കും. അബദ്ധത്തിൽ ചെയ്താണേ ഭഗവാൻ പൊറുക്കും. ഭഗവാൻ പുറത്തു കഴിയുമ്പോൾ നാളെ ഇറങ്ങി അങ്ങോട്ടിറങ്ങിയിട്ട് വേറൊരുത്തരുടെ ചെവിക്കലിന് അടിക്കാൻ പോകരുത്. എന്നിട്ടും അത് പറഞ്ഞാൽ പോലെ നാരായണ അബദ്ധം പറ്റിയാന്ന്. അത് പശ്ചാത്താപമല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രവൃത്തി ചെയ്തതിൽ പശ്ചാത്താപം ഉണ്ടായാൽ പിന്നെ ആ പ്രവൃത്തി ആവർത്തിക്കാതിരിക്കുക എന്നതാണ്. അതാണ് പശ്ചാത്താപം. അതിൽ നിന്ന് മുക്തനാവുക എന്നതാണ് പ്രധാനം. പിന്നെയും ആ തെറ്റ് ആവർത്തിക്കുന്നെങ്കിൽ അത് പശ്ചാത്താപമല്ല. അതിന്റെ ഫലം ഭയങ്കരമായ രീതിയിൽ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അജാമളനെ കൂടി അത് ബോധിപ്പിക്കുന്നു. പിന്നാണ് ഭഗവാന്റെ നൃസിംഹ അവതാരം. ഇന്ന് രാവിലെ നടന്ന നൃസിംഹ അവതാരം കടന്നു വരിക. അത് നമുക്ക് നാളെ നേരം ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നോക്കാം. കാരണം ഉച്ചയ്ക്ക് ഉണ്ണിയോട്ടൂടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ നിങ്ങളുടെ സമയമാകും. ഇല്ലേ? എന്റെ സമയമല്ല, നിങ്ങളുടെ സമയമാകും. വന്നാൽ ചിലപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക്